കാനഡയിൽ പഠിക്കാൻ പോകുന്ന കുട്ടികൾ സ്റ്റുഡൻറ്റ് വിസയ്ക്ക് ഫയൽ ചെയ്യുമ്പം പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് PCC എന്ന് പറയുന്ന സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. ഈ ചോദ്യം ഇവിടെ ചോദ്യമായിട്ടും ഇതിന് എന്താണ് ഉത്തരം എന്നുള്ളതും ഞാനിവിടെ തരാൻ പോവുകയാണ്. PCC IRCC റെഗുലേഷൻ പ്രകാരം ആവശ്യമില്ല, അത് വളരെ വ്യക്തമാണ്. പക്ഷേങ്കിൽ നമ്മൾ ആ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്ത് വരുമ്പം അവിടെ ഒരു ചോദ്യം വരുന്നുണ്ട്. Are you involved in any criminal offense or any sort of a criminal investigation or any sort of a legal implications ഉള്ള ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യം വേറെ രീതിയിലാണ്, പക്ഷെ അതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് വരുന്നത് ഇതാണ്: നിങ്ങളുടെ പേരിൽ നിയമവിരുദ്ധമായിട്ട് എന്തെങ്കിലും കേസോ എന്തെങ്കിലും ഒരു ഒരു കോടതി വിസ്താരണമോ നടക്കുന്നുണ്ടോ എന്നാണ് ചോദ്യം. അവിടെ നമ്മൾ നോ ആണ് കൊടുക്കുന്നത്. കാരണം നമ്മുടെ പേരിൽ അങ്ങനത്തെ കേസുകളൊന്നുമില്ല. അതിനെ ഒന്ന് ഒത്തൻറ്റിക്കേറ്റ് ചെയ്യാനും അതിനെ ഒന്ന് ശരിവരുത്താനും വേണ്ടിയിട്ടാണ് ഒരു അഡീഷണൽ ഡോക്യുമെൻ്റ് ആയിട്ട് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വെക്കുന്നത്. അത് ബേസിക്കലി നമ്മൾ വെക്കുമ്പം നമ്മൾ IRCC ഇമിഗ്രേഷൻ ലോയർക്ക് നമ്മൾ പറയുന്ന ഒരു നമ്മുടെ സൈഡിൽ നിന്ന് പറയുന്ന ഒരു മെസ്സേജ് എന്താണെന്ന് പറഞ്ഞാൽ, ഐ ആം എ സിവിലൈസ്ഡ് പേഴ്സൺ ആൻഡ് ഐ ആം സോഷ്യലി എ വെൽ ബീയിങ്. അതായത് ഞാൻ നന്നായി ജീവിക്കുന്ന, നല്ല രീതിയിൽ എൻ്റെ സൊസൈറ്റിയെ കാണുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ള ഒരു ക്യാരക്ടർ സർട്ടിഫിക്കറ്റും കൂടിയാണ് ആ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റിൽ കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ചില സമയങ്ങളിലും നമ്മൾ PCC എടുക്കാൻ പറയുന്നത്. അല്ലാതെ PCCയെ ഈ പറയുന്ന ആപ്ലിക്കേഷനിൽ നിർബന്ധമായിട്ടല്ല. ഇത് വെക്കുന്നതുകൊണ്ട് ആ ചോദ്യത്തിനുള്ള ഉത്തരത്തിനുള്ള ഒരു ഒത്തൻറ്റിക്കേഷനാണ് ഈ പറയുന്ന PCC. ഇതുപോലെ ഒരുപാട് സംശയങ്ങൾ ഇനിയും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ആ സംശയങ്ങൾക്കെല്ലാം ഉത്തരം ക്രൈസ്റ്റ് വില്ലേജിൻ്റെ പ്ലാറ്റ്ഫോമിൽ ഉണ്ടാവും. അതിനു പുറമെ ക്രൈസ്റ്റ് വില്ലേജിൻ്റെ ബ്രാഞ്ചുമായി നിങ്ങൾക്ക് ബന്ധപ്പെടുക. അവിടെയുള്ള കൗൺസിലേഴ്സുമായിട്ട് അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്ത് നിങ്ങളുടെ എല്ലാ സംശയങ്ങളും തീർത്തുകൊണ്ട് വളരെ സന്തോഷമായി തന്നെ കാനഡയിലേക്ക് യാത്ര പോകാം. Christ Village.